1957 കാലത്ത് കാസർഗോഡ് ജില്ലയിലെത്തുമ്പോൾ മന്നത്ത് പത്മനാഭൻ താമസിച്ച ബളാംതോട് ബംഗ്ലാവ് പുതുമോടിയിലേക്ക്. കാലപ്പഴക്കം കൊണ്ട് ചിതലരിച്ചു തുടങ്ങിയ ബംഗ്ലാവ് പുതുക്കി പണിയാൻ ഒരുങ്ങി NSS ഭാരവാഹികൾ. 1957 കാലത്ത് കാസർഗോഡ് ജില്ലയിലെത്തുമ്പോൾ മന്നത്ത് പത്മനാഭൻ താമസിച്ച ബളാംതോട് ബംഗ്ലാവ് പുതുമോടിയിലേക്ക്. കാലപ്പഴക്കം കൊണ്ട് ചിതലരിച്ചു തുടങ്ങിയ ബംഗ്ലാവ് പുതുക്കി പണിയാനൊരുങ്ങുകയാണ് NSS ഭാരവാഹികൾ. മന്നത്ത് പത്മനാഭൻ താമസിച്ചിരുന്ന ഈ ബംഗ്ലാവ് അദ്ദേഹത്തിന്റെ ഈ സ്മരണയ്ക്കായി എന്നും നിലനിർത്തണമെന്നതാണ് ഇവരുടെ ആഗ്രഹം. അന്ന് അദ്ദേഹം വന്ന് താമസിക്കുകയും ചെയ്ത ബംഗ്ലാവാണത്. പിന്നീട് പിൽക്കാലത്ത് ആ ബംഗ്ലാവില് കുറെ കാലപ്പഴക്കം കൊണ്ട് അതിന് ചെതലും മറ്റേതൊക്കെ വന്നു. അതിന് ചുറ്റും പല മരങ്ങളുണ്ടായിരുന്നു. ഈ മരത്തിന്റെ കമ്പൊക്കെ വീണത് ഒടിഞ്ഞു നാശം. അപ്പൊ അത് കഴിഞ്ഞ വർഷം അതിന് നമ്മൾ റിനോവേറ്റ് ചെയ്തു. അതിന്റെ ഈ പഴകിയ മരങ്ങളൊക്കെ മാറ്റി, അതിന്റെ ഓട് എല്ലാം മാറ്റി, അതിന് ഓടൊക്കെ മൂലയൊക്കെ വെച്ച് അതിന്റെ പട്ടികയും കഴുക്കലൊക്കെ മാറ്റി അത് വൃത്തിയായി ഒന്ന് നന്നാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ അകത്ത് ഒരുപാട് പണികൾ, പൈപ്പ് പണിയുണ്ട്, വയറിംഗ് ഉണ്ട്, തേപ്പ്, സിമെന്റ് തേപ്പൊക്കെ ഇളക്കി മാറ്റി സിമെന്റ് തേപ്പ്, നിലം വൃത്തി ഇതൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണക്ക് അത് നിലനിർത്തണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം ഉപയോഗിച്ച കസേരയും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോ അത് ഒന്നുകൂടി നന്നാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ നടക്കുന്നത്. സാമ്പത്തികമായ ചില ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തൽക്കാലം അവിടെ പണി നിർത്തുകയാണ്. അപ്പൊ ഒരുപാട് ക്വാർട്ടേഴ്സും ഒക്കെ നന്നാക്കാനുണ്ട്. അപ്പൊ അതിന്റെ പണിയുടെ തുടക്കത്തിലാണ്. അപ്പൊ കഴിഞ്ഞ വർഷം അതിന്റെ ഓടൊക്കെ മാറ്റി വെച്ചു, പട്ടികയൊക്കെ മാറ്റി, കഴുക്കോലൊക്കെ മാറ്റി നന്നാക്കി. ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് അതിന്റെ ബാക്കിയുള്ള അകത്തുള്ള പണികൾ ഒക്കെ ചെയ്യാനുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളടക്കം ഇന്നും ഇതിനകത്തുണ്ട്. പത്തായപ്പുരയൊക്കെയും കാലപ്പഴക്കം കൊണ്ട് ചിതലരിച്ചു പോയിട്ടുണ്ട്. ഭാവിയിൽ ടൂറിസം മേഖലയിലേക്ക് ബന്ധപ്പെടുത്തി കഴിയുന്നതോടെ കൂടുതൽ ആളുകൾ ബംഗ്ലാവിലേക്ക് എത്തുകയും കൂടുതൽ അറിയപ്പെടുകയും ചെയ്യുമെന്നതാണ് ഭാരവാഹികൾ പറയുന്നത്. രാജേഷ് ഓട്ടമല, ന്യൂസ് ബ്യൂറോ, രാജപുരം.